വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. അടുത്ത നെക്സ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡാപ്റ്റേഷൻസ് ഓഫ് റെപ്റ്റൈൽസ് വരെയാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത പോപ്പുലേഷൻ ഗ്രോത്ത് കർവാണ്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് കർവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഒരു പോപ്പുലേഷൻ്റെ നമ്പർ ഒരു യൂണിറ്റ് പീരീഡ് ഓഫ് ടൈമിൽ ചില എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ അത് കൂടാം കുറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഗ്രോത്ത് കർവ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സാധാരണയായിട്ട് രണ്ട് തരത്തിലാണ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് ഉള്ളത്. ഒന്ന് എസ് ഷേപ്പ്ഡ് ഓർ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ഓർ ലോജിസ്റ്റിക്സ് കർവ് എന്നാണ് അതിനെ വിളിക്കുന്നത്. രണ്ടാമത്തേത് ജെ ഷേപ്പ്ഡ് ഗ്രോത്ത് കർവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമിന് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്സിനെ പറ്റി ചോദിക്കാം, ജെ ഷേപ്പ്ഡ് കർവിനെ പറ്റി ചോദിക്കാം, എസ് ഷേപ്പ്ഡ് കർവിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ സിഗ്മോയിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഗ്രോത്ത് കർവിനെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എസ് ഷേപ്പ്ഡ് ഓർ സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഗ്രോത്ത് കർവ് എന്താണെന്ന് നോക്കാം. അപ്പം ഇത് ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ടൈപ്പ് ഓഫ് കർവിൽ പോപ്പുലേഷൻ ഇൻക്രീസസ് സ്ലോലി അറ്റ് ഫസ്റ്റ്. ആദ്യം പോപ്പുലേഷൻ ഇങ്ങനെ അതിൻ്റെ ഗ്രോത്ത് സ്ലോ ആയിട്ട് പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ മോർ റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന് തന്നെ അത് കൂടുന്നു. ബട്ട് ഇറ്റ് സൂൺ സ്ലോസ് ഡൗൺ ആസ് ദ എൻവയോൺമെൻറ്റൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് പതുക്കെ ആ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എസ് ഷേപ്പ്ഡ് curve is typical under optimal conditions of growth of all population of living organism ranging from bacteria to man. നമുക്കറിയാം ഏതൊരു ഓർഗാനിസവും അതിൻ്റെ ആ ഗ്രോത്ത് പതുക്കെ നടന്നു അതിൻ്റെ ഒരു മാക്സിമത്തിലെത്തി ഒരു സമയം കഴിയുമ്പം അത് ഡെത്തിലോട്ട് പോകും. ആ പോപ്പുലേഷൻ്റെ നമ്പർ സ്റ്റഡി ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഉള്ള പോപ്പുലേഷൻസിൻ്റെ ഗ്രോത്ത് ഫോമിനെ കുറിച്ച് ഒരു എക്സാമ്പിള് പാരമീസിയത്തിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് ലബോറട്ടറിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പോപ്പുലേഷൻസിൽ ഇങ്ങനെ ഒരു ഗ്രോത്ത് നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന കർവ് ലഭിച്ചത്. അപ്പോൾ അടുത്ത കർവാണ് ജെ ഷേപ്പ്ഡ് ഗ്രോത്ത് കർവ്. ജെ ഷേപ്പ്ഡ് ഗ്രോത്ത് കർവ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഇത് എല്ലാ പോപ്പുലേഷൻസിലും കാണപ്പെടുന്നില്ല. അപ്പോൾ ജെ ഷേപ്പ്ഡ് കർവിലാണെങ്കിൽ ലാഗ് ഫേസ് ഈസ് ദ ഇനിഷ്യൽ ഗ്രോത്ത് ഫേസ്. ഇവിടെ ലാഗ് ഫേസാണ് ഇനിഷ്യലായിട്ട് ഗ്രോത്ത് ഫേസ്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഫേസും ഇതിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബർത്ത് റേറ്റ് വളരെ കൂടുതലായിരിക്കും ഡെത്ത് റേറ്റിനെക്കാട്ടിലും. അതുപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് ബയോട്ടിക് പൊട്ടൻഷ്യൽ, അവരുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റിയൊക്കെ കൂടുതലായിരിക്കും. അത് മാക്സിമത്തിൽ നിൽക്കും. അപ്പോൾ അതിന് ആവശ്യമുള്ള എല്ലാ ചുറ്റുപാടുകളും ആ പോപ്പുലേഷൻസിന് കിട്ടും. അതുകൊണ്ട് അവരുടെ പോപ്പുലേഷൻ്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ കർവ് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോകും. അത് ജെ ഷേപ്പിലായിരിക്കും ആ കർവ്. ഇതാണ് ജെ ഷേപ്പ്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ഡേറ്റ ബുക്കാണ്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ദ റെഡ് ഡേറ്റ ബുക്ക് കണ്ടൈൻസ് കളർ കോഡഡ് ഇൻഫർമേഷൻ ഷീറ്റ്സ് വിച്ച് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഡേഞ്ചറസ് സ്പീഷീസ്. ഒരു സ്പീഷീസിൻ്റെ ഡേഞ്ചറസ് സിറ്റുവേഷൻ അനുസരിച്ച് കളർ കോഡ് വെച്ചിട്ട് ഓർഗാനിസത്തെ തരംതിരിച്ച് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് കളേർഡ് ഷീറ്റ് ഫോർ സ്പീഷീസ് വിച്ച് ആർ എക്സ്റ്റിങ്ക്റ്റ്. അപ്പോൾ ബ്ലാക്ക് കളർ ഷീറ്റിൽ ആണ് ഓർഗാനിസത്തിൻ്റെ പേരെഴുതിയിരിക്കുന്നതെങ്കിൽ ആ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റായി, ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയി. ഇനി റെഡ് കളേർഡ് ഷീറ്റ് ഫോർ സ്പീഷീസ് ദാറ്റ് ആർ മോർ ഡേഞ്ചറസ്. ആംബർ കളേർഡ് ഷീറ്റ്സ് ഫോർ ദോസ് സ്പീഷീസ് വിച്ച് ഈസ് ഗെറ്റിംഗ് അറ്റാക്ക്ഡ് ബൈ ദ അതർ സ്പീഷീസ്. ആൻഡ് ദ വൈറ്റ് കളേർഡ് ഷീറ്റ് ഫോർ വെരി റെയർ സ്പീഷീസ് ആൻഡ് ദ ഗ്രീൻ കളേർഡ് ഷീറ്റ് ഫോർ നോൺ ഡേഞ്ചറസ് സ്പീഷീസ്. അപ്പോൾ ഇങ്ങനെയാണ് റെഡ് ഡേറ്റ ബുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് IUCN റെഡ് ലിസ്റ്റ് കാറ്റഗറി. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പേജിലെ കളേഴ്സ് പറഞ്ഞ പോലെ. ബ്ലാക്ക് കളറാണെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആണ്, എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ്. ഇനി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഉണ്ട്, വൾണറബിൾ ഉണ്ട് യെല്ലോ കളറിലാണെങ്കിൽ. ആൻഡ് ലീസ്റ്റ് കൺസേൺ, നിയർ ത്രെറ്റൻഡ്,
ഡേറ്റ ഡെഫിഷ്യൻറ്റ്, നോട്ട് ഇവാലുവേറ്റഡ്. അപ്പോൾ ഇങ്ങനെ ജീവികളെ IUCN റെഡ് ലിസ്റ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് ഒരു ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയപ്പെടുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പോപ്പുലേഷൻ എക്കോളജിയിൽ നിന്നുള്ളതാണ്. ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ റിഫ്ലെക്ട്സ് ഇറ്റ്സ് ഹിസ്റ്ററി ഓഫ് സർവൈവൽ, റീപ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷൻ്റെ സർവൈവൽ എബിലിറ്റി, കപ്പാസിറ്റി, റീപ്രൊഡക്റ്റീവ് എബിലിറ്റി, അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. മില്ലർ പബ്ലിഷ്ഡ് ഡേറ്റ ഓൺ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈറ്റ് ഓക്ക്. അപ്പോൾ മില്ലർ എന്ന് പറഞ്ഞൊരു എക്കോളജിസ്റ്റ്, അദ്ദേഹം വൈറ്റ് ഓക്കിൻ്റെ ഏജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഡേറ്റ പബ്ലിഷ് ചെയ്തു. അതിൽ പറയുന്നത് ഡിറ്റർമൈൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജ് ആൻഡ് ട്രങ്ക് ഡയമീറ്റർ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ ബയാസ്ഡ് ടുവേഴ്സ് യങ് ട്രീസ്, സഫിഷ്യൻറ്റ് റീപ്രൊഡക്ഷൻ ഫോർ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് അതൊരു സ്റ്റേബിൾ പോപ്പുലേഷനാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് ഏജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. കൂടാതെ തന്നെ ഒരു പോപ്പുലേഷൻസിനകത്ത് പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പുകളുണ്ട്. അപ്പം അതിനെ ആ പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പുകളുടെ ഒരു കോമ്പിനേഷൻസിനെ കുറിച്ചും ഒക്കെ ഏജ് പോപ്പുലേഷൻ ഏജ് ഡിസ്ട്രിബ്യൂഷൻസിനകത്ത് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ടാണ് ഒരു പോപ്പുലേഷൻസിലെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ കഴിയും. പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജസ്. അതായത് അവരുടെ വയസ്സ് നോക്കിയിട്ട് ആ പോപ്പുലേഷൻസിൽ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഇല്ലാത്ത, അതായത് 0 മുതൽ 10 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 15 വയസ്സ് വരെയുള്ള എത്ര പോപ്പുലേഷൻ നമ്പറുണ്ട്, അതിനുശേഷം 15 മുതൽ അല്ലെങ്കിൽ 18 മുതൽ ഒരു 60-70 വയസ്സ് വരെയുള്ളവർ എത്ര പേരുണ്ട്, അതിനുശേഷം വരുന്ന 90 വരെയുള്ള വയസ്സുള്ളവർ എത്രയുണ്ട്. അപ്പോൾ ഇതിനെ ഏജിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറഞ്ഞ് തരംതിരിക്കാം. അതൊക്കെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡെമോഗ്രാഫർ usually plot percentage or number of male and females in the total population in each of 3 category. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. പ്രീ റീപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ 0 മുതൽ 14 വയസ്സ് വരെ, റീപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ 15 മുതൽ 44 വയസ്സ് വരെ, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ 45 മുതൽ അങ്ങോട്ടുള്ള. അപ്പോൾ ഇതനുസരിച്ച് ഒരു പോപ്പുലേഷൻസിലെ ഇൻഡിവിജ്വൽസിനെ കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. അതാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ത്രൂ ഔട്ട് ദ വേൾഡ് ഷോ സ്ട്രാറ്റിഫിക്കേഷൻ. നമുക്കറിയാം ലോകത്തിൽ ഉള്ള ഫോറസ്റ്റുകളിലെല്ലാം സ്ട്രാറ്റിഫിക്കേഷൻ കാണുന്നുണ്ട്. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ പാറ്റേൺ ഓഫ് വെർട്ടിക്കൽ ലെയറിംഗ് ഇൻ എ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി. ഒരു ഫോറസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള വെർട്ടിക്കൽ ലെയറിങ്ങിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ന്യൂസിലൻഡ് പോഡോകാർപ്പ് ബ്രോഡ് ലീഫ് ഫോറസ്റ്റ് ഹാവ് 5 ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിക്കൽ ലെയേഴ്സ്. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു എക്സാമ്പിളാണ് ന്യൂസിലൻഡിലെ പോഡോകാർപ്പ് ബ്രോഡ് ലീഫ് ഫോറസ്റ്റ്. അവിടെ 5 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലെയേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഒന്ന് എമർജൻറ്റ്, ക്യാനോപ്പി, സബ് ക്യാനോപ്പി, ഷ്രബ് ആൻഡ് ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെ 5 തട്ടായിട്ട് പ്ലാന്റ്സ് അവിടെ ഫോറസ്റ്റിൽ ട്രീ കമ്മ്യൂണിറ്റിയിൽ കാണപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോ പെസ്റ്റിസൈഡ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. സോ ദ ബയോ പെസ്റ്റിസൈഡ്സ് എൻഹാൻസ്ഡ് ക്രോപ്പ് ക്വാളിറ്റി ആൻഡ് ഷെൽഫ് ലൈഫ്, റെസിസ്റ്റൻസ് മാനേജ്മെൻറ്റ്, മെയിൻറ്റെയിനിങ് ബെനിഫിഷ്യൽ പോപ്പുലേഷൻ, റെസിഡ്യൂ മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് ഹാർവസ്റ്റ് ഫ്ലെക്സിബിലിറ്റി, വർക്കർ സേഫ്റ്റി ആൻഡ് ഓൾസോ എൻവയോൺമെൻറ്റൽ സേഫ്റ്റി. അപ്പോൾ ഒരു ബയോ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിരവധി ഗുണങ്ങളാണ് നമുക്ക് തരുന്നത്. ഇതുകൂടാതെ തന്നെ ബയോ പെസ്റ്റിസൈഡ്സിന് നിരവധി അഡ്വാൻറ്റേജസ് ഉണ്ട്. ലെസ് ടോക്സിക് ആണ്. സാധാരണയുള്ള പെസ്റ്റിസൈഡുകളെ അപേക്ഷിച്ച് ടോക്സിസിറ്റി വളരെ കുറവാണ്. ഇഫക്റ്റ് ഓൺലി ദ ടാർഗറ്റ് പെസ്റ്റ് ആൻഡ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം
വെറസ് കൺവെൻഷണൽ പെസ്റ്റിസൈഡ്സ് ആർ ബ്രോഡ് സ്പെക്ട്രം പെസ്റ്റിസൈഡ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡുകൾ ആ പെസ്റ്റിനെ മാത്രമല്ല അവിടെയുള്ള മിക്ക ജീവികളെയും ഓർഗാനിസത്തെയും നശിപ്പിച്ച് കളയുന്നു. പക്ഷേ ഈ പറഞ്ഞ ബയോ പെസ്റ്റിസൈഡ് ആണെങ്കിൽ അത് ടാർഗറ്റ് ചെയ്ത് ആ പെസ്റ്റിനെ മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ. ഇഫക്റ്റീവ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ഓഫൺ ഡീകമ്പോസ് ക്വിക്ക്ലി. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ, അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി, പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് പോവുകയും ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ഇഫക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ റിസൾട്ടിങ് ഇൻ ലോവർ എക്സ്പോഷേഴ്സ് ആൻഡ് ലാർജ്ലി അവോയ്ഡിങ് പൊല്യൂഷൻ പ്രോബ്ലം കോസ്ഡ് ബൈ കൺവെൻഷണൽ പെസ്റ്റിസൈഡ്. സാധാരണയുള്ള പെസ്റ്റിസൈഡുകൾ ഉണ്ടാക്കുന്ന പോലുള്ള പൊല്യൂഷൻ പ്രോബ്ലം ഒന്നും അതുണ്ടാക്കുന്നില്ല. വെൻ യൂസ്ഡ് ആസ് എ കമ്പോണൻറ്റ് ഓഫ് എ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, ബയോ പെസ്റ്റിസൈഡ്സ് ക്യാൻ ഗ്രേറ്റ്ലി reduce the use of conventional pesticide while crop yield remain high. അപ്പോൾ നമുക്ക് ഈ പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിലൊക്കെ പറയുന്ന ഏറ്റവും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബയോ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ ഈ ബയോ പെസ്റ്റിസൈഡ്സ് സാധാരണ മറ്റ് കൺവെൻഷണൽ പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും അതുവഴി നല്ല വിളവ് കിട്ടാനുള്ള ഒരു ഫാക്ടർ ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഓട്ടോക്കോളജി ആൻഡ് സൈനക്കോളജി. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഈ എക്കോളജി എന്ന് എന്താണെന്ന് എല്ലാവർക്കും ഡെഫിനിഷൻ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന 2 ടേംസ് ആണ് ഓട്ടോക്കോളജിയും സൈനക്കോളജിയും. ഓട്ടോക്കോളജി മീൻസ് ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം ഓർ ആൻ ഇൻഡിവിജ്വൽ സ്പീഷീസ്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സ്പീഷീസ് or its population and environment. Example, a tree in a forest. അപ്പോൾ നമുക്കറിയാം ഓട്ടോക്കോളജി മീൻസ് എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്പീഷീസും അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സ്പീഷീസ് ഓർ ഇറ്റ്സ് പോപ്പുലേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്. ഇനി നെക്സ്റ്റ് ആണ് സൈനക്കോളജി. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഓർ സ്പീഷീസ് which are associated together as a unit. For example, a forest, it is concerned with the structure, nature, development of that community. ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് സൈനക്കോളജി. അതുപോലെ ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എക്കോളജി എന്ന് പറയുമ്പോൾ അതിനെ പലതരത്തിൽ പല ഫീൽഡായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ എക്കോളജി ആണെങ്കിൽ ആനിമൽ എക്കോളജി എന്നും പ്ലാന്റ് എക്കോളജി എന്നും സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, എക്കോളജിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓട്ടോക്കോളജി ആൻഡ് സൈനക്കോളജി. സൈനക്കോളജിയെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പോപ്പുലേഷൻ എക്കോളജി, കമ്മ്യൂണിറ്റി എക്കോളജി ആൻഡ് എക്കോസിസ്റ്റം എക്കോളജി. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ നാഷണൽ പാർക്ക്. A national park is an area dedicated for the conservation of wildlife along with its environment. അപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റോട് കൂടി തന്നെ ഒരു വൈൽഡ് ലൈഫിലെ ഓർഗാനിസം, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ, ആ ഒരു ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എ സ്മോൾ റിസർവ് കൺവറിങ് ആൻ ഏരിയ ഓഫ് അബൌട്ട് 100 to 500 square kilometer. Within the biosphere reserve, 1 or more national park are also exist. ഒരു സ്ഥലത്തെ നമ്മൾ ബയോസ്ഫിയർ റിസർവായിട്ട് കണക്കാക്കണമെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒന്നോ അതിൽ കൂടുതലോ നാഷണൽ പാർക്കുകൾ പോലെയുള്ള സ്ഥലങ്ങൾ, ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ 6 നാഷണൽ പാർക്കുകളാണുള്ളത്. ആനമുടി നാഷണൽ പാർക്ക്, ഇരവികുളം നാഷണൽ പാർക്ക്, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, പെരിയാർ, സൈലൻറ്റ് വാലി. And the next question is the biotic potential. Biotic potential means it is genetically determined maximum reproductive rate for a species under ideal condition. Ideal conditionsil ഒരു ജീവിക്ക് എത്രത്തോളം റീപ്രൊഡക്ഷൻ നടക്കാൻ മാക്സിമം എബിലിറ്റിയാണ് നമ്മൾ ബയോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, വെയിൽസ് ആൻഡ് ഹ്യൂമൻസ് ഹാവ് ലോ ബയോട്ടിക് പൊട്ടൻഷ്യൽ. വെയിൽസിനും ഹ്യൂമൻസിനും ബയോട്ടിക് പൊട്ടൻഷ്യൽ കുറവാണ്, കാരണം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ജീവികളുടെ എണ്ണം കുറവാണ്. റാബിറ്റ്സ് ആൻഡ് ബാക്ടീരിയ ഹാവ് ഹൈ ബയോട്ടിക് പൊട്ടൻഷ്യൽ. എന്നാൽ റാബിറ്റ്സും ബാക്ടീരിയയ്ക്കും വളരെ ബയോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതൽ, അവർക്ക് മാക്സിമം നമ്പർ ഓഫ് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്.
ദീസ് ഡു നോട്ട് ചേഞ്ച്. അപ്പം ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെയാണ് നമ്മൾ ബയോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 4 മാർക്കിന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മാംഗ്രൂവ്സ് ഇൻ കോസ്റ്റൽ എക്കോസിസ്റ്റം. Enumerate interaction between biotic and abiotic components of ecosystem. What is green chemistry? Explain principle and designing of green synthesis. What are biogeochemical cycle? Mention different types. Explain effects of radiation on human health. Explain nitrogen cycle. Describe effects of light on plants. Write on carbon cycle and sonation in ponds. അപ്പോൾ ഇത്രയും 4 മാർക്സിന് ഇതിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. മാംഗ്രൂവ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് മാംഗ്രൂവ്സ് ഇൻ എക്കോസിസ്റ്റം പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മാംഗ്രൂവ്സ് എന്താണെന്ന് നോക്കണം. മാംഗ്രൂവ്സ് ആർ വേരിയസ് കൈൻഡ്സ് ഓഫ് ട്രീസ് അപ് ടു മീഡിയം ഹൈറ്റ് ആൻഡ് shrubs that grow in saline coastal sediment habitats in the tropics and subtropics. അപ്പോൾ ട്രോപ്പിക്കും സബ് ട്രോപ്പിക്കും ആയിട്ടുള്ള സ്ഥലത്ത് സലൈൻ കോസ്റ്റൽ സെഡിമെൻറ്റ് ഉള്ള ഒരു ഹാബിറ്റാറ്റിൽ കാണുന്ന പലതരത്തിലുള്ള മീഡിയം ഹൈറ്റൊക്കെ ഉള്ള ഷ്രബുകളാണ് ഈ മാംഗ്രൂവ്സ്. വിത്ത് റൂട്ട് സബ്മേർജ്ഡ് ഇൻ വാട്ടർ. ഇവരുടെ റൂട്ട് വെള്ളത്തിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദ ത്രൈവ് ഇൻ ഹോട്ട് മഡ്ഡി സാൾട്ടി കണ്ടീഷൻ. അപ്പോൾ അവർക്ക് മറ്റു പ്ലാന്റ്സുകളെ പോലെയല്ല, ഹോട്ടായിട്ടുള്ള മഡ്ഡി ആയിട്ടുള്ള സാൾട്ടി കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള സ്പെഷ്യൽ ഫ്ലോറയാണ്. ദേ ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ടു അവർ ഓൺ വെൽബീയിങ് ആൻഡ് ടു ദ ഹെൽത്ത് ഓഫ് ദ പ്ലാനറ്റ്. അപ്പോൾ അവർ നമ്മുടെ പ്ലാനറ്റിൻ്റെ ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകുന്നത് അവരാണ്. ദ ഇൻക്ലൂഡ് എ ഫിൽട്രേഷൻ സിസ്റ്റം ദാറ്റ് കീപ്സ് ഔട്ട് മച്ച് ഓഫ് ദ സാൾട്ട്. അപ്പോൾ അവർക്കൊരു തരം ഫിൽട്രേഷൻ സിസ്റ്റം തന്നെ അവർക്ക് ഉണ്ട് ഈ സാൾട്ടിനെ പുറന്തള്ളാൻ ആവശ്യമായ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറയാണ് മാംഗ്രൂവ്. അപ്പോൾ നമുക്ക് നോക്കാം അവരുടെ ഇമ്പോർട്ടൻസ്. ദേ ആർ ദ ബഫർ സോൺ ബിറ്റ്വീൻ ദ ലാൻഡ് ആൻഡ് ദ സീ. അപ്പോൾ കരയ്ക്കും സീക്കും ഇടയ്ക്കുള്ളൊരു ബഫർ സോണായിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. മാംഗ്രൂവ്സ് പ്രൊട്ടക്റ്റ് ദ സോയിൽ ഫ്രം ഇരോഷൻ. അപ്പോൾ കരയിലെ സോയിൽ ഇരോഷനെ തടയുന്നത് ഈ മാംഗ്രൂവ്സ് ആണ്. ദേ പ്ലേ ആൻ ഇൻവാല്യുവബിൾ റോൾ ആസ് എ നാച്ചുറൽ ഷീൽഡ് അഗെയിൻസ്റ്റ് സൈക്ലോൺ, ഇക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ആസ് പ്രൊട്ടക്ടർ ഓഫ് ഷോർ ലൈൻസ്. നമുക്കറിയാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നിന്നൊക്കെ സൈക്ലോൺസിൽ നിന്നൊക്കെ കരയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ മാംഗ്രൂവ്സ് ആണ്. ദേ ആർ എ ബ്രീഡിംഗ് ആൻഡ് നഴ്സറി ഗ്രൗണ്ട്സ് ഫോർ എ വെറൈറ്റി ഓഫ് മറൈൻ ആനിമൽസ്. കൂടാതെ തന്നെ ഇവരുടെ റൂട്ട്സ്, സബ്മേർജ്ഡ് റൂട്ട്സിലാണ് മിക്ക ഫിഷസും മറ്റ് മറൈൻ ഫോണാസൊക്കെ വന്ന് അവരുടെ നഴ്സറി ഗ്രൗണ്ട്, അവർ മുട്ടയിട്ട് അല്ലെങ്കിൽ എഗ്ഗ് ഹാച്ച് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഗ്രോത്ത് നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഹൈലി ബയോളജിക്കലി റിച്ച് ആയിട്ടുള്ള, സ്പീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ആക്ട് ആസ് കിഡ്നി ഫോർ ദ കോസ്റ്റൽ വാട്ടേഴ്സ്. അപ്പോൾ അവർ കോസ്റ്റൽ വാട്ടേഴ്സിൻ്റെ അരിപ്പകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് നഴ്സറി ഗ്രൗണ്ട്സ് ഫോർ ഫിൻ ഫിഷസ് ആൻഡ് ഷെൽ ഫിഷസ്. നമുക്കറിയാം കക്ക, കൊഞ്ച്, കരിമീൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫിഷുകളുടെ ഒരു നഴ്സറി ഗ്രൗണ്ട് തന്നെയാണ്. റിനവബിൾ റിസോഴ്സ് ഓഫ് ഫ്യുവൽ. അപ്പോൾ അവിടെ ഒരു ഫ്യുവലിൻ്റെ ഒരു റിനവബിൾ റിസോഴ്സാണ്. ആൻഡ് ഓഫേഴ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കോസ്റ്റൽ ഇരോഷൻ. കോസ്റ്റൽ ഇരോഷനെ തടയുന്നു. പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ലിവ്ലിഹുഡ് ഓഫ് കോസ്റ്റൽ കമ്മ്യൂണിറ്റി. കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ലിവ്ലിഹുഡ്സിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവരാണ്. ആൻഡ് മാംഗ്രൂവ് ഫോളിയേജ് ആസ് ഫീഡ് ഫോർ ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പോൾ മാംഗ്രൂവ്സിൽ നിന്ന് വീഴുന്ന ഒരു ഫോളിയേജ് അത് ഡൊമസ്റ്റിക് ആനിമൽസിന് ഫീഡാണ്. ആൻഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ടൂറിസം, എഡ്യൂക്കേഷൻ ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡി. ഇത് കൂടാതെ തന്നെ ഇത് ടൂറിസവും എഡ്യൂക്കേഷനും സയൻറ്റിഫിക് സ്റ്റഡിക്കൊക്കെ ഒരു സഹായമാകുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇത് അടുത്ത ഒരു കാര്യം പറയുന്നത് ഇക്കോളജിക്കൽ ഫങ്ഷൻ പറയുകയാണെങ്കിൽ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഫോർ എൻഡേഞ്ചേർഡ് സ്പീഷ്യസ്. ഒരു നിരവധി എൻഡേഞ്ചേർഡ് സ്പീഷ്യസുകൾക്ക് ഉള്ള ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റാണ്. ആൻഡ് ഡിപ്പോസിഷൻ ഓഫ് മഡ് വിത്ത് മാംഗ്രൂവ് ഫോറസ്റ്റ് മറൈൻ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ഫ്രം സിൽറ്റ് ഇരോഷൻ. അപ്പോൾ കരയിൽ നിന്നുള്ള സിൽറ്റ് മീൻസ് ചെളി പോലുള്ള ഒരു തരം വസ്തു. അത് ഒഴുകി കടലിൽ ചെല്ലുന്നതിനെ തടയുന്നത് ഇവരാണ്.
പിന്നെ കൂടാതെ തന്നെ ഇവരൊരു ന്യൂട്രിയൻ്റ് എൻഹാൻസറാണ്. ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ് ടെൻഡ് ടു സ്ലോ ദ ഫ്ലോ ഓഫ് വാട്ടർ ആൻഡ് precipitation occurs. Nutrients leaching from agricultural land, benefits of mangrove are 25-fold higher than that of paddy cultivation. അപ്പോൾ ന്യൂട്രിയൻ്റ് വളരെ എൻഹാൻസ് ചെയ്യിക്കുന്നതിൽ ഈ പറഞ്ഞ മാംഗ്രൂവ്സിന് റോളുണ്ട്. കൂടാതെ സോഴ്സസ് ഓഫ് ജേം പ്ലാസത്തിൻ്റെ ഒരു റിച്ച് സോഴ്സ് കൂടിയാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ നിങ്ങൾക്കിതിൽ ഇനി അഡിഷൻ നടത്തിയിട്ട് ഒക്കെ ഇത് കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് എഴുതാൻ കഴിയും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ആൻ എക്കോസിസ്റ്റം? അപ്പം എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്കോസിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബയോട്ടിക് ആസ് വെൽ ആസ് എബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ഫാക്ടേഴ്സും എബയോട്ടിക് ഫാക്ടേഴ്സും ചേർന്ന് ഉള്ള ഒരു സ്ട്രക്ചറാണ് എക്കോസിസ്റ്റം. ദ ഇൻട്രാക്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് വിത്ത് ദെയർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ബിൽഡ് അപ്പ് the ecosystem and it's designated as the biosphere or ecosphere. Example, pond, forest, estuary, grassland ഒക്കെ ഒരു എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അവിടെയുള്ള ഓർഗാനിസം ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു അവരുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റുമായിട്ട്. അപ്പം നമുക്ക് നോക്കാം, എക്കോസിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ബയോട്ടിക് എബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫുഡ്, പ്രിഡേറ്റേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ്, പാരസൈറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഫുഡിൽ ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇനി പ്രിഡേറ്റേഴ്സ് റിഫർ ബാക്ക് ടു ദ പ്രിഡേറ്ററി പ്രേ റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് അത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രിഡേറ്റേഴ്സ് എന്തൊക്കെയാണെന്നും ഒരു എൻവയോൺമെൻറ്റിൽ അവരുടെ റോൾ എന്താണെന്നും ഒക്കെ. പിന്നെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. അതർ ഓർഗാനിസം മേ റിക്വയർ ദ സെയിം റിസോഴ്സസ് ഫോം ആൻ എൻവയോൺമെൻറ്റ്. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സ്, അതായത് ഒരു പോപ്പുലേഷൻ മറ്റൊരു സ്പീഷ്യസ്പ്പെട്ട ജീവിയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. പാരസൈറ്റ് മേ കോസ് ഡിസീസ് ആൻഡ് സ്ലോ ഡൗൺ ദ ഗ്രോത്ത് ഓഫ് ആൻ ഓർഗാനിസം. അപ്പോൾ പാരസൈറ്റ് ഒരു ബയോട്ടിക് ഫാക്ടറിൽ വരുന്നതാണ്. അത് സാധാരണ ചെയ്യുന്നത് അത് ഡിസീസ് സ്പ്രെഡ് ചെയ്യിച്ചിട്ട് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെയോ. ഇനി എബയോട്ടിക് ഫാക്ടേഴ്സിൽ ടെമ്പറേച്ചർ, ഓക്സിജൻ അവൈലബിലിറ്റി, ലൈറ്റ് അവൈലബിലിറ്റി, ടോക്സിൻസ് ആൻഡ് പൊല്യൂട്ടൻസ്. അപ്പോൾ എബയോട്ടിക്കലി പറയുമ്പോഴത്തേക്ക് ഹയർ ടെമ്പറേച്ചർ സ്പീഡ് അപ്പ് എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷൻ ആൻഡ് ഇൻക്രീസ് ഗ്രോത്ത്. ഇനി ഓക്സിജൻ അവൈലബിലിറ്റി ബി ഇഫക്റ്റ് ദ റേറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ബൈ റെസ്പിറേഷൻ. Light availability for photosynthesis and breeding cycles in animals and plants. Toxins and pollutants tissue growth may be reduced. അപ്പോൾ ഇത്രയാണ് അവയുടെ റോള്. And next question is the green chemistry. And the green chemistry is the utilization of a set of principles that reduces or eliminate the use or generation of hazardous substances in the design, manufacture and application of chemical product. അപ്പോൾ കെമിക്കൽ പ്രോഡക്റ്റുകളുടെയും മറ്റ് അന്തരീക്ഷ എൻവയോൺമെൻറ്റ് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുന്ന വസ്തുക്കളുടെയും ഒക്കെ അളവ് കുറയ്ക്കുക എന്ന ഒരു പ്രിൻസിപ്പിളാണ് ഈ ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രിക്ക് സാധാരണയായിട്ട് പ്രധാനമായിട്ട് 12 പ്രിൻസിപ്പിൾസാണുള്ളത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 12 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിവെൻറ്റ് വേസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ആറ്റം എക്കണോമി. തേർഡ് വൺ ഈസ് ദ ലെസ് ഹസാർഡസ് സിന്തസിസ്. ഫോർത്ത് വൺ ഈസ് ഡിസൈൻ ബെനൈൻ കെമിക്കൽസ്. ഫിഫ്ത്ത് വൺ ബെനൈൻ സോൾവെൻറ്റ്സ് ആൻഡ് ഓക്സിലറി. ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി. use of renewable feedstocks, reduce derivatives, catalysis or then design for degradation, real-time analysis for pollution prevention, inherently benign chemistry for accident prevention. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് ആണ്. അപ്പോൾ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് ഇമ്പോർട്ടൻ്റ് പോർഷനാണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബയോ ജിയോ കെമിക്കൽസ് സൈക്കിൾസ് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം എർത്ത് സിസ്റ്റത്തിൽ 4 പാർട്സാണ് ഉള്ളത്: അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ബയോസ്ഫിയർ. അപ്പോൾ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് വെച്ചാൽ ദ കെമിക്കൽ ഇൻറ്ററാക്ഷൻ ഓർ സൈക്കിൾസ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. എർത്തിൻ്റെ ഭൂമിയുടെ ഈ 4 സിസ്റ്റവും ഈ ഘടകങ്ങളും ഒന്ന് ചേർന്ന് അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ നെയാണ് നമ്മൾ സൈക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ തന്നെ
എബയോട്ടിക്, അതായത് ഫിസിക്കോ കെമിക്കലും ബയോട്ടിക് പ്രോസസ്സും ഈ സൈക്കിൾസിൽ പ്രധാന റോള് വഹിക്കുന്നുണ്ട്. ആൻഡ് ഫോക്കസ് ഓൺ, അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, വാട്ടർ സൈക്കിൾസ്, പിന്നെ സെഡിമെൻ്ററി സൈക്കിൾ, അതിൽ സൾഫർ ഫോസ്ഫറസ് സൈക്കിൾ ഒക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസിനെ നമുക്ക് സാധാരണയായിട്ട് 4ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഗേഷ്യസ് സൈക്കിൾ. അപ്പോൾ ഇവയെ നമുക്ക് ഫസ്റ്റ് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഗേഷ്യസ് സൈക്കിള്. അപ്പോൾ ഗേഷ്യസ് സൈക്കിൾസിനകത്ത് വരുമ്പോൾ അതിനകത്ത് സാധാരണ പറയുന്നത് മറ്റുള്ള ബയോജിയോ കെമിക്കൽ റിസർവോയറിൽ നിന്ന് ഗ്യാസസിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിനാണ് ഗേഷ്യസ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ ഇതൊക്കെയാണ്. സാധാരണയായിട്ടുള്ള ഗേഷ്യസ് സൈക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗേഷ്യസ് സൈക്കിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നൈട്രജൻ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ, കാർബൺ സൈക്കിൾ ആൻഡ് വാട്ടർ സൈക്കിൾ ഒക്കെയാണ്. നെക്സ്റ്റ് ഈസ് ദ ന്യൂക്ലിയർ റേഡിയേഷൻ ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അപ്പം എന്തൊക്കെ ഇഫക്ട്സ് ആണ് ഈ ന്യൂക്ലിയർ റേഡിയേഷൻസ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റേഡിയേഷൻ ഈസ് നോട്ട് ഓൾവേസ് ഡേഞ്ചറസ്. ദർ ആർ 2 kinds ഓഫ് റേഡിയേഷൻ. നമുക്കറിയാം റേഡിയേഷൻ അത്ര ഡേഞ്ചറസ് അല്ല, പക്ഷെ 2 തരത്തിലുള്ള റേഡിയേഷനുണ്ട്. അയണൈസിങ് റേഡിയേഷനും ഉണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷനും ഉണ്ട്. അപ്പോൾ അതിൽ അയണൈസിങ് റേഡിയേഷൻ വളരെ ദോഷമുണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ അയണൈസിങ് റേഡിയേഷൻസും നോൺ അയണൈസിങ് റേഡിയേഷൻസും തമ്മിൽ ധാരാളം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഈ ന്യൂക്ലിയർ റേഡിയേഷൻ നിരവധി നെഗറ്റീവ് ഇഫക്ട്സ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇഫക്ട്സ് എന്ന്. ഒരു ഷോർട്ട് ടേം ഇഫക്ട്സ് എന്ന് വെച്ചാൽ ഹൈ ഡോസസ് ഓഫ് റേഡിയേഷൻ ഓവർ ഷോർട്ട് പീരീഡ്സ് ഓഫ് ടൈം ടെൻഡ് ടു കിൽ സെൽസ്. അപ്പോൾ ഷോർട്ട് ടേം ഇഫക്ട്സിൽ ഹൈ ഡോസ് റേഡിയേഷൻ കുറഞ്ഞ സമയത്ത് അടിച്ചാൽ അത് സെൽസുകളെ നശിപ്പിച്ച് കളയും. അതുവഴി ഡെത്ത്, സ്കിൻ ബേൺ, ഹെയർ ലോസ്, സ്റ്റെറിലിറ്റി, കാറ്ററാക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ലോങ് ടേം ഇഫക്ട്സ് എന്ന് പറയുമ്പം ലോ ഡോസസ് ഓഫ് റേഡിയേഷൻ ഓവർ എക്സ്റ്റെൻഡഡ് പീരീഡ്. ചെറിയതായിട്ട് ഡോസ് കുറഞ്ഞ റേഡിയേഷൻ ഒരുപാട് നാൾ നമുക്ക് എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലോങ് ടേം ഇഫക്ട്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇത് ഒരു ക്രോണിക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വർഷങ്ങൾ കൊണ്ട് അതങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുകയില്ല. അപ്പം ഈ ഇടയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ അതാണ് ഈ പറഞ്ഞ പോലെ റേഡിയേഷൻ്റെ ഇഫക്ട്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും സൈക്കിളിലോട്ട് പോവുകയാണ്. അതിൽ നമ്മൾ ഗേഷ്യസ് സൈക്കിളിൽ ഫസ്റ്റ് പറഞ്ഞത് നൈട്രജൻ സൈക്കിളാണ്. അപ്പോൾ നൈട്രജൻ സൈക്കിൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ സൈക്കിൾ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ബിറ്റ്വീൻ ഇറ്റ്സ് വേരിയസ് കെമിക്കൽ ഫോംസ്. നൈട്രജനെ അതിൻ്റെ പലതരത്തിലുള്ള കെമിക്കൽ ഫോംസ് ആക്കി മാറ്റുന്നതിനാണ് നൈട്രജൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ദിസ് ട്രാൻസ്ഫോർമേഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ത്രൂ ബോത്ത് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സ്. ഇപ്പോൾ ബയോളജിക്കലും ഫിസിക്കലും പ്രോസസ്സ് വെച്ചിട്ടാണ് നൈട്രജൻ സൈക്കിൾ റൺ ചെയ്യുന്നത്. അപ്പം ഇതാണ് നൈട്രജൻ സൈക്കിളിൻ്റെ ഒരു പിക്ചർ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ബയോട്ടിക്, എബയോട്ടിക് ഫാക്ടേഴ്സ് എല്ലാം ചേർന്ന് ഒരു ഇൻട്രാക്ഷൻ വഴിയാണ് നൈട്രജൻ സൈക്കിൾ നടക്കുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ വ്യക്തമാക്കാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് നൈട്രജൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴൊക്കെ നൈട്രജൻസ് ധാരാളമുണ്ട്. പ്രസിപ്പിറ്റേഷൻ വഴി അത് ഭൂമിയിലെത്തുന്നുണ്ട്. പിന്നെ ഒന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ, ആനിമൽസിൻ്റെ ഓർഗാനിക് റെസിഡ്യൂസിൽ, ഓർഗാനിക് മാറ്ററിൽ ഉണ്ട്. അതിന് മിനറലൈസേഷൻ നടന്ന് അമോണിയ ആയിട്ട് മാറുന്നു. ഈ അമോണിയ നൈട്രൈറ്റ് ആയിട്ട് നൈട്രിഫിക്കേഷൻ വഴി നൈട്രേറ്റ് ആയിട്ട് മാറുകയും അത് വീണ്ടും നൈട്രിഫിക്കേഷൻ വഴി നൈട്രേറ്റ് ആയിട്ട് മാറുകയും മണ്ണിൽ ലീച്ച് ചെയ്യുകയും ചെയ്യുന്നു. നൈട്രേറ്റ് ആയിട്ട് മാറുന്നതിനെ
പ്ലാന്റ് കൺസപ്ഷന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉള്ള ബാലൻസ് ഡീനൈട്രിഫിക്കേഷൻ നടന്ന് അത് ഗേഷ്യസ് ആയിട്ട് മാറുകയാണ്, ഗേഷ്യസ് നൈട്രജനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി കാർബൺ സൈക്കിളാണ് അടുത്തത്. കാർബൺ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഫോസിലൈസേഷൻ ഇൻവോൾവ്സ് ആൻഡ് ഏൻഷ്യൻ പ്ലാന്റ്സ് വിച്ച് ഹാവ് ബീൻ ബറീഡ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് മില്യൺ ഓഫ് ഇയേഴ്സ് ടു പ്രൊഡ്യൂസ് ഫോസിൽ ഫ്യൂൽസ്. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം ഏഷ്യൻ്റെ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള പ്ലാന്റ്സും ഒക്കെ ആനിമൽസും ഒക്കെ മണ്ണിനടിയിലായിട്ടാണ് ഫോസിൽ ഫ്യൂൽസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കോൾ ആൻഡ് പീറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ജയൻറ്റ് ഫോറസ്റ്റ് അതിലുള്ള ട്രീസുകൾ ഫേൺസുകളും ഒക്കെ ഡൈഡ് ചെയ്ത് അത് സ്വാംസ് ആയിട്ട് മാറി, ചതുപ്പ് നിലങ്ങളായിട്ട് മാറി. പിന്നെ അതെങ്ങനെ അവിടെ നിന്ന് ഏകദേശം 300-400 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ കോളും പീറ്റും ഒക്കെ ഫോം ചെയ്യുന്നത്. ഇത് ഡീകമ്പോസിഷൻ വളരെ കുറവാണ് ഡ്യൂ ടു ദ സ്വാംസ് അനേറോബിക് കണ്ടീഷൻസ് വിച്ച് ക്രിയേറ്റഡ് പീറ്റ്. അപ്പോൾ അവിടുത്തെ ഓക്സിജൻ കുറവായതുകൊണ്ട് തന്നെ അവിടെ പതുക്കെ പീറ്റ് ഉണ്ടാകുന്നു. ദ പീറ്റ് വാസ് കവേർഡ് വിത്ത് സെഡിമെൻറ്റ്. അപ്പോൾ പീറ്റ് സെഡിമെൻറ്റ് കൊണ്ട് കവേർഡാണ് ആൻഡ് സബ്ജക്റ്റഡ് ടു ഇൻറ്റൻസ് ഹീറ്റ് ആൻഡ് പ്രഷർ. കൂടാതെ അത് ഹീറ്റും പ്രഷറും ഒക്കെ അടിക്കുമ്പോൾ അതിൽ നിന്ന് പതുക്കെ കോൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ സൈക്കിള് ഇത് നമ്മൾ പറയാൻ കാരണം നേരത്തെ പറഞ്ഞതെല്ലാം കാർബണിൻ്റെ പലതരത്തിലുള്ള രൂപമാറ്റം സംഭവിച്ച വസ്തുക്കളാണ്. ഈ കാർബൺ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബയോമാസ്. അപ്പോൾ പ്ലാന്റ്സിൽ ബയോമാസിൻ്റെ രൂപത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കാണപ്പെടുന്നു. കൂടാതെ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്ത് ഇത് ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ സോയിൽ ഓർഗാനിക് മാറ്ററിൽ അവിടെയും കുറച്ച് കാർബൺ കാണും ലിത്തോസ്ഫിയറിൽ. അപ്പോൾ അത് പതുക്കെ ഫോട്ടോസിന്തസിസ് നടത്തുന്നു. അതുപോലെ ഡീകമ്പോസിഷൻ നടന്നിട്ട് അല്ലെങ്കിൽ അപ്പോൾ വീണ്ടും പ്രസിപ്പിറ്റേഷൻ വഴി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. Next question is what is zonation? The patterning of ecosystem in parallel band occurs as a result of tides, altitude, latitude, changing soil moisture caused by varying environmental conditions. ഇതിനെയാണ് നമ്മൾ സോണേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോണേഷൻ ഇൻ ലേക്സും പോൺസും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോണ്ടോ ലേക്കോ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലിറ്ററൽ സോണുണ്ട്, പിന്നെ ലിംനറ്റിക് സോണുണ്ട്, പിന്നെ ഒരു ഫോട്ടിക് സോണുണ്ട്, പിന്നെ പ്രൊഫണ്ടൽ എഫോട്ടിക് സോണുണ്ട്. അപ്പോൾ ഇത്രയാണ് സാധാരണ സോണേഷനിൽ കാണിക്കുന്നത്.